എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന കേസിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ VS ദിനരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. തിരുവനന്തപുരം സിറ്റി DCP ദീപക് ധൻകർ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ആര് കെയറിയും ഹു കെയർസ് എന്ന് ചോദിച്ചെടുത്താണ് ഇപ്പോൾ കേരള പോലീസ് കെയറിയെന്ന് പ്രത്യേക അന്വേഷണ സംഘമായിരിക്കുന്നു. ഇനി എങ്ങനെയാകും അന്വേഷണം? രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഏതായാലും ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തിരുവനന്തപുരം സിറ്റിയിലെ അസിസ്റ്റന്റ് കമ്മീഷണറായ VS ദിനരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. നിലവിൽ DCP ദീപക് ധൻകർ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. ഇതുകൂടാതെ ഉദ്യോഗസ്ഥരെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലിയമല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഇപ്പോൾ നേമം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. ആ കേസ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുകയും ചെയ്യും. രാഹുൽ എവിടെയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും തിങ്കളാഴ്ച മാത്രമേ അത് കോടതി പരിഗണിക്കുകയുള്ളൂ. അതിനു മുൻപ് തന്നെ രാഹുലിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഏതായാലും പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി അടക്കം വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ തെളിവ് ശേഖരണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന ഫ്ളാറ്റുകൾ, അതിനൊപ്പം തന്നെ ഈ മരുന്ന് നൽകി എന്ന് പറയുന്ന ആ കാറ് കണ്ടെത്താനുള്ള ശ്രമവും ഒക്കെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അക്ഷയ, ശരി. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘമായിരിക്കുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.